ഹലോ ഓൾ, ആം ഡോക്ടർ തസ്നി മിസ്സസ് ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSST കൊമേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായി PSC തീരുമാനമായിട്ടുണ്ട്. ജൂൺ 15 ഗസറ്റിലായിരിക്കും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുക. കഴിഞ്ഞ വർഷം HSST കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാവുന്നതാണ്. സോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുമ്പോൾ അതിന് മുന്നായി നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യമാണ് എന്താണ് അക്കൗണ്ടിംഗ് എന്നുള്ളത്, അല്ലെ? അപ്പൊ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. AICPAയുടെ ഡെഫിനിഷൻ ഉണ്ട് നമുക്ക്. അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സംറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് എന്ന് നമ്മൾ എന്താണ് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് ലെങ്തി ആണ്, എന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. എന്താണ് അവിടെ ഒരു സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മാനർ ഉണ്ട്. ആ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്, അല്ലെ? ആ സിഗ്നിഫിക്കന്റ് മാനർ അതാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത് സിഗ്നിഫിക്കന്റ് മാനറിലാണ് നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ എഴുതുന്നത്. അവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ മാനർ ഉണ്ട്. അപ്പൊ ആ മാനർ എന്താണ്? അതാണ് എന്തെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് റൂൾസ്, റെഗുലേഷൻസ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള റൂൾസ്, പിന്നെ എന്താണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ റൂൾസിനെയും കൺവെൻഷൻസിനെയും സ്റ്റാൻഡേർഡ്സിനെയും പ്രൊസീജിയേഴ്സിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ആണ് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. അവരാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫിനാൻഷ്യൽ പിന്നെ ട്രാൻസാക്ഷൻസ് നമുക്കറിയാം, ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഉണ്ട്, അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾ പറയും എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നൊക്കെ നമ്മൾ അസറ്റിന്റെ ഒക്കെ കാര്യത്തിൽ പറയുമല്ലേ റിയൽ അക്കൗണ്ട് എഴുതുന്ന സമയത്ത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറയും എന്താണ്? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് എന്നൊക്കെ ഉള്ള നമ്മുടെ ഓരോ അക്കൗണ്ടിങ് എന്താണ് ഡ്യുവൽ ആസ്പെക്ട് ഒക്കെ ഓരോ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെ റൂൾസ്, കുറെ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ആ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ബ്രിങ് കൺസിസ്റ്റൻസി ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് എന്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്? കൺസിസ്റ്റൻസി. നമുക്ക് എന്താണ് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ എന്താണ് ബേസിക് ഗൈഡ് ലൈൻസ്? ദീസ് ആർ ദ ബേസിക് ഗൈഡ് ലൈൻസ്. എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിക് ഗൈഡ് ലൈൻസ് ആണ് ദാറ്റ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ സയന്റിഫിക് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയർ. എന്താണ് നമ്മുടെ സയന്റിഫിക് അക്കൗണ്ടിംഗ് പ്രാക്ടീസസിന്റെയും പ്രൊസീജിയേഴ്സിന്റെയും ഒരു ബേസിക് ഗൈഡ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പാരിസന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കമ്പയർ ചെയ്യണം? രണ്ട് ബിസിനസ് ഫേംസ് തമ്മിൽ ഉള്ള അവരുടെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പൊ ആ കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കമ്പാരിസൺ നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണ് കമ്പാരിസൺ എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ എന്താണ് എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പിന്നെ റൂൾസ് ഫോളോ ചെയ്യേണ്ടുന്നത്, അല്ലെ? അല്ലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇപ്പൊ രണ്ട് ഫെയിം എടുക്കുമ്പോൾ രണ്ട് ഫെയിംസും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടുപേരും രണ്ട് രീതിയിൽ അതിനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തില്ല, കാര്യമില്ല, അല്ലെ? അപ്പോൾ എന്താണ് നമ്മുടെ കമ്പാരിസൺ, നമുക്കത് കമ്പാരിസന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ബേസിക് ഗൈഡ് ലൈൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫെയിംസിന്റെ റിസൾട്ട്
തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കമ്പയർ ചെയ്യാനും ഒക്കെ നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് കീപ്പ് ചെയ്യുന്നു. അക്കൗണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം അത് കീപ്പ് ചെയ്യുമ്പോൾ ഹി ഹാസ് ടു ഫോളോ സം റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് കൺവെൻഷൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എന്താണ്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പിന്നെ എന്താണ് തിയറി ബേസ് ആണ്, അതായത് അക്കൗണ്ടിങ്ങിന്റെ തിയറി ബേസ് ആണല്ലോ ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ മൂന്നായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ബേസിക് അസംഷൻസ് എന്നും, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് അസംഷൻസ് എന്നും, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് എന്നും, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്നും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് അസംഷൻസ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ബേസിക് അസംഷൻസ്? ബേസിക് അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ബേസിക് അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ദീസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് എൻഷ്യൂർസ് ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ കണ്ടക്ടഡ് എഫിഷ്യന്റ്ലി ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് എഫിഷ്യന്റ് ആയിട്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് നമുക്ക് എൻഷുർ ചെയ്യണം. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താണ് സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബേസിക് അസംഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മുടെ ബേസിക് അസംഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഫ്രം ദി ഓണർ. അത് ശ്രദ്ധിക്കുക, സെപ്പറേറ്റ്, ആ വേർഡ് ഓർത്ത് വെക്കുക. എന്താണ്, ബിസിനസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണർ. അവിടെ എന്താണ്, ഓണറും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സും എന്താണ്, സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ട്രാൻസാക്ഷൻസ് ആർ ടു ബി വ്യൂഡ്, ഇന്റർപ്രറ്റഡ് ആൻഡ് റെക്കോർഡഡ് ഫ്രം ദ ബിസിനസ് എൻറ്റിറ്റി പോയിന്റ് ഓഫ് വ്യൂ. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും വ്യൂ ചെയ്യുന്നതും എല്ലാം ഇന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ബിസിനസ് എൻറ്റിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ബിസിനസ് എൻറ്റിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് ഓണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഓണർ വേറെ ബിസിനസ് വേറെ എന്നുള്ളതാണ്. And so the owner's capital is the obligation of business and it has to be paid. എന്താണ്, ഓണേഴ്സിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ഒബ്ലിഗേഷൻ ആണ്. ബിസിനസ് ഹാസ് ഒബ്ലിഗേഷൻ ടു പേ ബാക്ക് ഹിസ് ക്യാപിറ്റൽ, അല്ലെ? അതായത് ബിസിനസ് എന്താണ്, ബിസിനസ് റൺ ചെയ്തതിന് ശേഷം ബിസിനസ് ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, അത് തിരിച്ച് പേ ബാക്ക് ചെയ്യണം. ബാക്ക് ടു ദി ഓണർ ഇൻ ദി ഇവന്റ് ഓഫ് ബിസിനസ് ക്ലോഷർ. എന്താണ്, ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് തിരിച്ചു കൊടുക്കണം. അപ്പം ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ്, ക്യാഷ് വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബിസിനസിന്റെ ഓണർ പറയുവാണ് എന്താണ്, പിന്നെ ഇത് എന്റെ ബിസിനസ് ആണ്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് ക്യാഷ് എടുക്കാം, ഇതിനെ നമ്മൾ എന്താണ്, ഇതെന്റെ ഒബ്ലിഗേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് അത് സമ്മതിക്കത്തില്ല. അക്കൗണ്ടിങ് റൂൾ അനുസരിച്ചിട്ട് സമ്മതിക്കത്തില്ല എന്നല്ല, അക്കൗണ്ടിങ്ങിന്റെ റൂളിൽ എങ്ങനെയാണ്, ബിസിനസിന്റെ പിന്നെ എന്താണ്, പിന്നെ ക്യാഷ് വേറെ, ഓണറിന്റെ ക്യാഷ് വേറെ. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഡ്രോയിങ്സിന് നമ്മൾ എന്താണത്, ബിസിനസിന്റെ എന്താണ് ഒബ്ലിഗേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? ആരുടെ, ഓണറിന്റെ ഒബ്ലിഗേഷൻ ആയിട്ടാണ് ഡ്രോയിങ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യണം, ഇത് തിരിച്ചു കൊടുക്കേണ്ടുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാലറിയും വേജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ബിസിനസ് ഇപ്പൊ നമ്മുടെ എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ അതിന് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ്, അതിന് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ബിസിനസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ചെലവാക്കുന്നത് നമ്മൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഹി ഹാവ് ടു പേ ബാക്ക് എന്നുള്ളതാണ്. അപ്പൊ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ആണ്, ബിസിനസ് വേറെ അതുപോലെ തന്നെ ഓണർ വേറെ എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അതാണ് ആ ഒരു കാര്യമാണ് ഈ ഒരു എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്നത്. ആ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ, ബിസിനസ് ഈസ് അസ്യൂംഡ് ടു എക്സിസ്റ്റ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്ന കീ പോയിന്റ് എന്താണ്, ഇൻഡെഫിനിറ്റ് പീരീഡ്. എന്താണ്, നമുക്കൊരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണുള്ളത്. അപ്പൊ ആ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നുള്ളതാണ്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനകത്ത് പറയുന്നത് അനുസരിച്ചിട്ട് ഇൻഡെഫിനിറ്റ് പീരീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെഫിനിറ്റ് പീരീഡ് അനുസരിച്ചിട്ട് ദാറ്റ് എനേബിൾ ദ അക്കൗണ്ടന്റ് ടു ക്യാരി ഫോർവേഡ് ദ വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്
എന്താണ് ഫ്രം അക്കൗണ്ടിങ് പീരീഡ് അല്ലെ, അക്കൗണ്ടിങ് പീരീഡിന്റെ പീരീഡ് ടു പീരീഡ് എന്താണ് നമുക്ക് ഓരോ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡ് ടു പീരീഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വർഷത്തിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലുള്ള നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ വർഷത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പോലെ പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഹാസ് ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നുള്ളതാണ്. രണ്ടാമത്തെ നമുക്ക് പറയാം എന്താണ്, ബാലൻസ് ഷീറ്റിന്റെ കോൺസെപ്റ്റ്, അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോംസ് എ സൗണ്ട് ബേസിസ് ഓഫ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷന് സൗണ്ട് ആയിട്ടുള്ള ഒരു ബേസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇൻഡെഫിനിറ്റ് പീരീഡ് ആണെന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയുവാണ് എന്താണ്, പിന്നെ നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യൂസ്, അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ബാലൻസ് ഷീറ്റ് വി വിൽ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയേഴ്സ്, അത് ഏത് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. നമ്മുടെ നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്ന ആ വേർഡ് തന്നെ ഉണ്ട്, എന്താ, മണി. അതായത് എന്താണ്, മണി ടേംസിൽ, മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മണി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. ഓൺലി കൺസിഡർ ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണി. ഹിയർ കൺസിഡർ ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണി. നമ്മൾ എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണി മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, റിലേറ്റീവ് വാല്യൂ ഓഫ് മണി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഏത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണി മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഈ മണി മെഷർമെന്റ് അനുസരിച്ച് കൺസിഡർ ചെയ്യുന്നത്. ഏത് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കുന്നത്, റിയൽ വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഈ നമ്മുടെ റിയൽ വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അതിൽ വരുന്നതാണ്, അതായത് ഇപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ, എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മണി വാല്യൂല് ചേഞ്ച് ഉണ്ടാവും അല്ലെ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ നമുക്ക് ഇൻകർ ചെയ്യുന്നത് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ മോണിറ്ററി ടൈംസിലുള്ളത് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ മണി മെഷർമെന്റിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. മണി ടൈംസിലുള്ളതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, റിയൽ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, മണി മെഷർമെന്റുമായിട്ട് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് നമ്മളെ എന്താണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒന്ന് അറിയണമല്ലോ. നമ്മൾ ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണെന്ന് അറിയണം. അപ്പൊ ബിസിനസിന്റെ പൊസിഷൻ ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണം. സോ അങ്ങനെ വരുമ്പോൾ ഇൻഡെഫിനിറ്റ് പീരീഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സ്റ്റേജ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ക്ലോസ് ഡൗൺ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, അതിന്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. സോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, വി ഹാവ് ടു പോസ്, എന്താണ്, സപ്പോസ് ടു ബി പോസ്ഡ് ആഫ്റ്റർ എ സർട്ടൻ ടൈം ഓഫ് ഇന്റർവെൽ. ഒരു ടൈം ഓഫ് ഇന്റർവെൽ കഴിയുമ്പോൾ, ആ ടൈം ഓഫ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്, മിക്കവാറും എന്താണ്, 1 ഇയർ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലേ, ഫിനാൻഷ്യൽ ഇയർ ആ ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫുൾ അക്കൗണ്ടിങ് റിസൾട്ട് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ് എൻറ്റിറ്റി ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു അസസ് വെദർ ദ ബിസിനസ് ഹാസ് മെയ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ എന്ത് അസസ് ചെയ്യണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം എന്നാണ് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ. അപ്പോൾ നമ്മുടെ ടൈം ഇന്റർവെൽ, ദാറ്റ് ടൈം ഇന്റർവെൽ ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് പീരീഡ്. എന്താണ്, നമ്മുടെ ആ ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. മിക്കവാറും ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, കലണ്ടർ ഇയർ ആണെങ്കിലും ഫോളോ ചെയ്യാം. ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം 1st April to 31st March ആണെന്നുള്ള. ആ 31st Marchലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടൈം ഇന്റർവെൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അക്രൂവൽ കോൺസെപ്റ്റ്. അപ്പൊ അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാഷ് ട്രാൻസാക്ഷൻസിനോടൊപ്പം തന്നെ ഏത് ട്രാൻസാക്ഷൻസ് ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് റിലവൻസ് കൊടുക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് അക്കൗണ്ടിങ് അസംഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിനൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അതിനെയും കൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അക്രൂവൽ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അത് മറക്കരുത്. മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ സിസ്റ്റം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്താണ് നമുക്ക് ഇൻകർ ചെയ്യുന്നു. അപ്പൊ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് റെക്കോർഡഡ് വെൻ ട്രാൻസാക്ഷൻസ് ഒക്കെ റാദർ ദാൻ വെൻ ദി മണി ഈസ് എക്സ്ചേഞ്ച്. എന്താണ്, നമ്മൾ ക്യാഷ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴല്ല, ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതിൽ നിന്ന് റവന്യൂ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ, വി ഷാൽ റെക്കോർഡ് ഇറ്റ്. നമുക്കത് റെക്കോർഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല മോണിറ്ററി ടൈംസ് ഉള്ളതേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നെന്ന് വെക്കുക. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ മോണിറ്ററി ടൈംസ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. അതായത് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. കാര്യം ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് എന്താ, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ കണ്ടക്ട് ചെയ്യൂ എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. കാര്യം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് എന്താണ് അതിൻ്റെതായിട്ടുള്ള ഒരു റിലവൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും എന്താണ് ലിക്വിഡ് അപ്പോൾ തന്നെ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണം എന്നില്ല അല്ലേ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്മാൻ അത്രയും ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എന്താണ് നമ്മുടെ കസ്റ്റമറിന് മാത്രമല്ല നമ്മുടെ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ കടത്തിൽ സാധനം എന്ത് ചെയ്യാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ് റിലവന്റ് ആണ്, വേണം. അപ്പൊ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ കോൺസെപ്റ്റിൽ അപ്പൊ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റവന്യൂസ് അല്ലെങ്കിൽ എക്സ്പെൻസസ്, വി ഷാൽ റെക്കോർഡ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് എങ്ങനെയാണ്, വെൻ ട്രാൻസാക്ഷൻസ് ആർ ഒക്കർ റാദർ ദാൻ വെൻ മണി ഈസ് എക്സ്ചേഞ്ച്. അതായത് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതല്ല, ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ 5 അസംഷൻസ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് അസംഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് വേറെ, ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. ബിസിനസ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അത് ഓർത്ത് വയ്ക്കുക. ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഒരു സൗണ്ട് ബേസിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റിൽ നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ്സിനകത്ത് അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ മോണിറ്ററി ടൈംസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏത് മാത്രമേ എടുക്കുള്ളൂ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മണിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിയൽ വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് കൂടി പറഞ്ഞു, കൺസിഡർ ചെയ്യുന്നില്ല എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, വി ഹാവ് ടു മേക്ക് എ പോസ്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം, ഒരു ടൈം ഇന്റർവെൽ എടുക്കണം ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിട്ട്. എന്തിനാണ് ഈ ടൈം ഇന്റർവെൽ എടുക്കുന്നത്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമുക്കൊരു ടൈം ഇന്റർവെൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ഒരു ബിസിനസ് ഓണറിന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം വെദർ ഈസ് മേക്കിംഗ് എ പ്രോഫിറ്റ് ഓർ എ ലോസ് എന്നുള്ളത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു പോസ് അല്ലെങ്കിൽ ടേക്ക് അൻ ഇന്റർവെൽ എന്നുള്ളതാണ് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ. സോ ആ അക്കൗണ്ടിങ് ആ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മിക്കവാറും ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് അവിടെ ഇന്റർവെൽ ആയിട്ട് വരുന്നത്, ടൈം ഇന്റർവെൽ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എന്താണ്, അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെക്കഗ്നിഷൻ ഓഫ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്താണ്, ക്യാഷ് ട്രാൻസാക്ഷൻസിനോടൊപ്പം തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യണമെന്നും. മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്, ഒരു ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, അവിടെ നമ്മൾ എന്താണ് ആ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യുക. നമ്മൾ അവിടെ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. പേയ്മെന്റ് മേക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. എക്സ്പെൻസസോ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പെൻസസോ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഷാൽ റെക്കോർഡ് എന്താണ്, വെദർ ദർ ഈസ് എന്താണ്, പേയ്മെന്റ് ഈസ് നോട്ട് മെയ്ഡ്. അപ്പൊ പേയ്മെന്റ് മേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള MCQs നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇതിൽ നിന്ന് ഈ ഇത്രയും ഏരിയസിൽ നിന്ന് നമുക്ക് 2 MCQs കൂടെ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എന്താണ്, നോട്ട്
ഫീച്ചർ ഓഫ് ദി സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പൊ നോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലെ, നോട്ട് എ ഫീച്ചർ ഓഫ്. അപ്പൊ എന്താണ് നോട്ട്, ഏതാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലാതെ വരുന്നത്, അതിന്റെ ഫീച്ചർ അല്ലാതെ വരുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ബിസിനസ് ഈ സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓണർ എന്നാണ് അല്ലെ. അപ്പൊ എന്താ, ബിസിനസ് ആൻഡ് ഓണർ ആർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അത് കറക്റ്റ് ആണേ. ആൻഡ് നെക്സ്റ്റ് എന്താ, ബി സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദ ഓണർ ഷുഡ് നോട്ട് ബി കൺസിഡേർഡ്. കറക്റ്റ് ആണല്ലോ. പേഴ്സണൽ അഫയേഴ്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബിസിനസിന്റെ അഫയേഴ്സ് വേറെ, പേഴ്സണൽ അഫയേഴ്സ് വേറെ. ആൻഡ് ബിസിനസ് ഷുഡ് നോട്ട് ബി ഡിസോൾവ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. ബിസിനസ് എന്ത് ചെയ്യത്തില്ല, നിയർ ഫ്യൂച്ചറിലൊന്നും ഡിസോൾവ് ചെയ്യത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിസിനസ്സിന് ഒരു ലോങ് ലൈഫാണ്, പക്ഷേ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതല്ല അല്ലെ. പക്ഷെ നമുക്ക് നാലാമത്തതൂടെ നോക്കാം. ദിസ് കോൺസെപ്റ്റ് ഈസ് ഫോളോഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്. അത് കറക്റ്റ് അല്ലേ. എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സും എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോ എന്താ, സി ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം നോട്ട് എ ഫീച്ചർ എന്ന് പറയുമ്പം ഏതാണ് നോട്ട് എ ഫീച്ചർ ആയിട്ട് വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള സി ആണ്. അവിടെ തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇൻഡു മാർക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്, ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, നമ്മുടെ സി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗോയിങ് കൺസേൺ ക്യാൻ ബി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഗോയിങ് കൺസേൺ ക്യാൻ ബി ഡിഫൈൻഡ് ബെസ്റ്റ് ആസ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഗോയിങ് കൺസേണിനെ ബെസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കാം. അപ്പൊ എന്താ പറയാ, ദ കോൺസെപ്റ്റ് പ്രൊവൈഡ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, ദ കോൺസെപ്റ്റ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ആണോ? അല്ല. അത് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതല്ല. അപ്പൊ അതല്ല കറക്റ്റ്. അപ്പൊ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഡിഫിനിഷൻ അല്ല. ആൻഡ് നെക്സ്റ്റ്, ദിസ് കോൺസെപ്റ്റ് റെഫ്യൂസ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓൺ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരീഡിൽ വരുന്ന കോസ്റ്റ് അലോക്കേഷൻ റെഫ്യൂസ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് അല്ല ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, ഒരു ലോങ് ലൈഫ് ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, ദിസ് കോൺസെപ്റ്റ് ഡിസ്കസസ് ദ ഇഷ്യൂ ഓഫ് ദി റിയലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്, റിയലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പിന്നെ എന്താണ് ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് അല്ല, റിയലൈസേഷൻ അല്ല വരുന്നത്, മറിച്ച് എന്താണ് നോക്കാം. ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് വിൽ ഓപ്പറേറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെ, ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വിൽ നോട്ട് ഡിസോൾവ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിലൊന്നും ഡിസോൾവ് ചെയ്തിട്ടില്ല. ഇതിനൊരു ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലോങ് ലൈഫ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു.